നമസ്കാരം. വീട്ടിലേക്കുള്ള വഴി രജിസ്റ്റർ ചെയ്യണോ? വീടായാൽ ഒരു വഴി വേണം, നടവഴിയെങ്കിലും വേണം. ഇപ്പോൾ നടവഴിയൊന്നും പോരാ, ഏറ്റവും കുറഞ്ഞത് ഓട്ടോറിക്ഷ കയറുന്ന വഴിയെങ്കിലും അത്യാവശ്യമാണ്. ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിലോ ഏതെങ്കിലും സാധന സാമഗ്രികൾ കൊണ്ടുവരണമെങ്കിലോ വേണം ഒരുവിധം നല്ല വഴി. കുക്കിംഗ് ഗ്യാസ് വാൻ, സ്കൂൾ വാൻ ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ കുറച്ചുകൂടി വീതിയുള്ള റോഡ് അനിവാര്യമായി തീരുന്നു. വീട്ടിലേക്ക് വഴി ലഭിക്കാനുള്ള വഴികളെക്കുറിച്ചും വഴി അടയ്ക്കുന്നതിനുള്ള പരിഹാരവും മറ്റ് അനുബന്ധ വസ്തുതകളെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി. വഴികൾ രണ്ട് തരമുണ്ട്: പൊതുവഴികളും സ്വകാര്യ വഴികളും. നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാവുന്ന വഴിയാണ് സ്വകാര്യ വഴികൾ. പൊതുവെ എല്ലാവർക്കും ഉപയോഗിക്കാൻ അവകാശമുള്ള വഴികളാണ് പൊതുവഴികൾ. സ്വകാര്യ വഴികളുടെ പ്രത്യേകത, എല്ലാ സ്വകാര്യ വഴികളും പൊതുവഴികളിലേക്കാണ് പോകുന്നത്. വഴികളെ സംബന്ധിച്ച വ്യവസ്ഥകൾ വിവരിക്കുന്നത് പ്രധാനമായും ഇന്ത്യൻ ഈസ്മെന്റ് ആക്ടിലാണ്. കൂടാതെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ലിമിറ്റേഷൻ ആക്ട്, രജിസ്ട്രേഷൻ ആക്ട് എന്നിങ്ങനെയുള്ള ആക്ടുകളിലെ പ്രസക്തമായ വ്യവസ്ഥകൾ ചേർത്തുള്ള വായനയിലാണ് വഴികളെക്കുറിച്ചും വഴി അവകാശത്തെക്കുറിച്ചും നമുക്ക് വ്യക്തത വരുന്നത്. സ്വകാര്യ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമായി ഉപയോഗിക്കാവുന്നതും നമ്മുടെ വീട്ടിലേക്കും മറ്റും വരാനും പോകാനുമുള്ള നമുക്ക് മാത്രമുള്ള വഴിയാണ് ഉദ്ദേശിക്കുന്നത്. അത് 3 വിധത്തിലുണ്ട്. ഒന്ന്, ഒരു ആധാരത്തിലെ വ്യവസ്ഥകളിലൂടെ ലഭിക്കുന്നത്. അതിനെ എക്സ്പ്രസ് ഗ്രാൻഡ് എന്നാണ് പറയുന്നത്. ഇത്തരം വഴിയവകാശങ്ങൾ ഏറ്റവും സേഫായ വഴിയവകാശമാണ്. നമ്മുടെ ആധാരത്തിൽ തന്നെ വഴിയെക്കുറിച്ചുള്ള വ്യവസ്ഥകളെല്ലാം എഴുതിയിട്ടുണ്ടാകും. ആധാരത്തിലെല്ലാം ക്ലിയറായി എഴുതുകയും അത് ഷെഡ്യൂളിൽ ചേർക്കുകയും വേണം. ആധാരത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്തു വാങ്ങുമ്പോൾ തന്നെ വഴി അവകാശവും കൈമാറി വന്നു എന്ന് പറയാം. വഴി അവകാശം റണ്ണിങ് വിത്ത് ദ ലാൻഡ് എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിലേക്കുള്ള വഴിയവകാശവും ആ വസ്തുവിനൊപ്പം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വഴി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് കൃത്യമായി രജിസ്റ്റർ ചെയ്യണമെന്നാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്ന വഴിക്ക് നിയമത്തിൻ്റെ പരിപൂർണമായ പരിരക്ഷ ലഭിക്കും. ഇങ്ങനെ വാങ്ങുന്ന വഴി നമ്മൾ വാങ്ങുന്ന അന്ന് മുതൽ ഉപയോഗിച്ച് തുടങ്ങുകയും വേണം. ഇങ്ങനെ രജിസ്ട്രേഷൻ വഴി വ്യക്തത വരുത്താത്ത സ്ഥലത്തേക്ക് നമുക്ക് വഴി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്ഥിതി മാറിവരും. ഒരു വസ്തുവും വഴിയില്ലാതെ വരരുത് എന്ന് നിയമം പറയുന്നു. ഒരു പ്രോപ്പർട്ടിയും വഴിയില്ലാതെ ലോക്ക്ഡായി പോകാൻ പാടില്ല എന്ന് നിയമം പറയുന്നു. അവിടെ ഈസ്മെന്റ് ഓഫ് നെസസിറ്റി എന്ന അവകാശം ജനിക്കും. ഇതിനെ ഇംപ്ലൈഡ് ഗ്രാൻഡ് എന്ന് പറയുന്നു. ഒരു വലിയ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു സബ് ഡിവിഷൻ ചെയ്ത് ഒരു ചെറിയ പ്ലോട്ട് വിൽക്കുമ്പോൾ ആ ചെറിയ പ്ലോട്ടിലേക്കുള്ള വഴി ആ വലിയ പ്ലോട്ടിൽ നിന്നും നൽകിയിരിക്കണം. ഇല്ലെങ്കിൽ ആ മദർ പ്ലോട്ടിലൂടെ തന്നെ സ്വകാര്യ വഴി ലഭിക്കാനുള്ള അവകാശം നൽകിയിരിക്കണം. അതിനെ എക്സ്പ്രസ് ഗ്രാൻഡ് അല്ലെങ്കിൽ റിസർവേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആധാരത്തിൽ തന്നെ വഴിയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ആധാരത്തിൽ ചേർക്കുന്ന വഴിയും 2 വിധമുണ്ട്. പൂർണ്ണ അവകാശത്തോടെ നമുക്കായി മാത്രം ലഭിക്കുന്ന വഴിയും അതുപോലെ ആ വസ്തുക്കളിലെ ഉടമസ്ഥർക്കെല്ലാം കൂട്ടായി ഉപയോഗിക്കാവുന്ന കൂട്ടുടമസ്ഥത വഴികളും. ഇത് ഈസ്മെന്റ് ആണോ അല്ലെങ്കിൽ ഷെഡ്യൂളിൽ ചേർക്കുന്നുണ്ടോ, ഗേറ്റ് ഇടുന്നുണ്ടോ എന്നതൊക്കെ പ്രസക്തമാണ്. ഒരു വഴി നമ്മുടെ മാത്രം വഴിയാണെങ്കിൽ അത് ഷെഡ്യൂളിൽ ചേർത്ത് പോക്കുവരവ് ചെയ്ത് വഴിയായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ രീതി. അവിടെ ആ ഭൂമിയെ വഴിയെന്ന് പറയാതെ ആധാരം എഴുതണം. വഴിയെന്ന് എഴുതിയാൽ പോക്കുവരവ് ചെയ്യുന്നതിന് തടസ്സം വരും. വഴിയെന്ന് എഴുതാതെ കൈമാറ്റമായി എഴുതി പോക്കുവരവ് ചെയ്ത് പേരിൽ കൂട്ടി കൈവശം വയ്ക്കണം. അത് മറ്റാർക്കും അവകാശമില്ലാത്ത ഭൂമിയായിരിക്കും. അത് വഴിയായി ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ രീതി ഇംപ്ലൈഡ് ഗ്രാൻഡ് ആണ്. ഇവിടെ ഒരു വലിയ പ്ലോട്ട് സബ് ഡിവിഷൻ ചെയ്ത് ഒരു ചെറിയ പ്ലോട്ട് വിൽക്കുകയാണ്. അവിടെ സബ് ഡിവിഷൻ ചെയ്യപ്പെട്ട ചെറിയ പ്ലോട്ടിന് വലിയ പ്ലോട്ടിൽ നിന്നും വഴി ലഭിക്കുവാൻ അവകാശമുണ്ട്. അത് ലഭിച്ചില്ലെങ്കിൽ ആ ചെറിയ പ്ലോട്ട് ലാൻഡ് ലോക്ക്ഡായി പോകും. ഒരിക്കലും ഒരു ഭൂമി വഴിയില്ലാതെ ചുറ്റുമുള്ള പ്ലോട്ടുകൾ കൊണ്ട് ലോക്ക്ഡായി പോകാതിരിക്കേണ്ടതാണ്. അവിടെ വഴി ലഭിക്കണമെന്നത് നെസസിറ്റിയാണ്. എന്നുവെച്ചാൽ മദർ പ്ലോട്ടിലൂടെ വഴി ലഭിക്കാനുള്ള അവകാശം ചെറിയ പ്ലോട്ടിന് കൈവരും. അത് നിയമം വഴി സ്ഥാപിച്ച് കിട്ടും. മറ്റു വഴികളില്ലാത്തവർക്കാണ് നെസസിറ്റി വഴി ലഭിക്കുന്നത്. അതിനുള്ള മാർഗങ്ങളും പറയാം. ഇവിടെ നടവഴി മാത്രമാണ് നെസസിറ്റിയായി വരുന്നത്. നാട്ടുനടപ്പ് പ്രകാരം 3 അടി വഴിയെന്നോ
മെട്രിക് അളവ് പ്രകാരം 1 മീറ്റർ വീതിയുള്ള വഴിയെന്നോ പറയാം. അതിനേക്കാൾ കൂടുതലുള്ള വീതിയുള്ള വഴി ലഭിക്കണമെങ്കിൽ വാങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല. മൂന്നാമത്തെ രീതി പ്രിസ്ക്രിപ്ഷനാണ്. എല്ലാവരും കാണത്തക്ക വിധം തുടർച്ചയായി തർക്കരഹിതമായി ഉപയോഗിച്ചു വരുന്ന വഴിക്കാണ് ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നാട്ടാചാരങ്ങൾ പ്രകാരം ലഭിച്ച വഴി അവകാശങ്ങൾക്കൊക്കെ വരും. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം കടന്നു പോകുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിനുള്ളിൽ കൂടിയാണ്. അപ്പോൾ എയർപോർട്ടിലെ ഏവിയേഷൻ നിർത്തിവെച്ച് ആറാട്ട് ഘോഷയാത്രയ്ക്ക് വഴിയവകാശം നൽകും. അവിടെ വഴിയവകാശം തടയാൻ കഴിയില്ല. ഇനി നാലാമത്തെ രീതി പെർമിസീവ് ലൈസൻസിൽ വഴിയവകാശം കൈമാറുന്നതാണ്. അതിന് ഒരു നിശ്ചിത കാലപരിധി ഉണ്ടാകും. അത് കഴിയുമ്പോൾ ആ അവകാശം അവസാനിക്കും. ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനായി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് നമ്മുടെ സ്ഥലത്തുകൂടി വഴി നൽകുകയാണ്. ആ കെട്ടിട നിർമ്മാണം അവസാനിക്കുമ്പോൾ ആ വഴിയവകാശവും അവസാനിക്കും. ഇനിയും നിയമത്തിൽ വിവിധ വഴിയവകാശ രീതികൾ വിവരിക്കുന്നുണ്ട്. ഇത്തരം വഴിയവകാശങ്ങൾ തടസ്സപ്പെട്ടാൽ അത് നിയമപരമായി സ്ഥാപിച്ചെടുക്കാൻ കഴിയും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വഴിയില്ലെങ്കിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് അയൽക്കാരനുമായി ചർച്ച ചെയ്ത് വഴി മേടിക്കുകയാണ്. ചിലപ്പോൾ വില നൽകേണ്ടി വന്നേക്കാം. അങ്ങനെ വില നൽകിയാലും വില നൽകിയില്ലെങ്കിലും ആ ട്രാൻസാക്ഷൻ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. ആ ട്രാൻസാക്ഷൻ സെയിലായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു ഇടപാട് ഉണ്ടായിരിക്കണം. പണം നൽകി വഴി വാങ്ങുകയും അത് രജിസ്റ്റർ ചെയ്യാതെയും ഇരിക്കുകയാണെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് ഇടയാകും. പണം നൽകിയതിനൊന്നും തെളിവുകൾ ഉണ്ടാവുകയില്ല. എന്നാൽ രേഖാമൂലം എഴുതി വാങ്ങിയ വഴി തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. ഒന്നിലധികം പേർ ചേർന്ന് കൂട്ടായി വഴി വാങ്ങുമ്പോഴും ആ വഴിയുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരു അഭിഭാഷകനെ കൊണ്ട് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവിടെ ഓരോരുത്തരുടെയും അവകാശങ്ങളും കടമകളും എന്തൊക്കെയാണെന്ന് വ്യക്തമായി എഴുതി പിടിപ്പിക്കണം. ഭാവിയിൽ ആ വഴി ആർക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനും വ്യവസ്ഥയുണ്ടായിരിക്കണം. അത് ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ തെറ്റിച്ചാൽ നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയും. നമുക്കറിയാം, നിയമ നടപടി ആരംഭിക്കുന്നത് ഒരു വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ്. അതിൽ ഇപ്പോൾ തന്നെ വഴി തടസ്സം നീക്കണമെന്നും വഴി തടസ്സം വരുത്തിയതിനുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ലീഗൽ നോട്ടീസ് അയക്കുന്നത്. കൂടാതെ ഇഞ്ചക്ഷനും വാങ്ങാറുണ്ട്. ഇഞ്ചക്ഷൻ രണ്ട് വിധമുണ്ട്. ടെമ്പററി ഇഞ്ചക്ഷനും പെർമനന്റ് പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷനും. ഇത് രണ്ടും നിരോധനാജ്ഞയാണ്. അത് പോലീസ് വഴി നടപ്പിലാക്കാം. കൂടാതെ വഴിക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിൽ ഡാമേജസിനുള്ള ഓർഡറിനും അപേക്ഷിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഒരു ഡിക്ലറേഷൻ സ്യൂട്ട് ഇട്ട് അതിൽ വഴിയവകാശം ഡിക്ലെയർ ചെയ്ത് കിട്ടുന്നതിനും ആവശ്യപ്പെടാവുന്നതാണ്. സന്ദർഭത്തിന് അനുയോജ്യമായ മറ്റ് റിലീഫുകളും ചോദിക്കാവുന്നതാണ്. ഇതൊന്നുമല്ലാതെ മീഡിയേഷൻ വഴി ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുകയും ചെയ്യാം. അതിനു മുൻപായി നമ്മുടെ ആധാരവും മറ്റ് രേഖകളും പരിശോധിച്ച് വഴിക്കുള്ള അവകാശം വളരെ എക്സ്പ്രസീവായി അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വഴിതടസ്സത്തെ സംബന്ധിച്ച മാപ്പുകളോ പ്ലാനുകളോ ഉണ്ടെങ്കിൽ അത് പകർപ്പെടുത്ത് വയ്ക്കണം. റവന്യൂ റെക്കോർഡുകളും മുനിസിപ്പൽ റെക്കോർഡുകളും ഉപകാരപ്രദമാണ്. ഫോട്ടോഗ്രാഫുകളും വീഡിയോഗ്രാഫുകളും ഒക്കെ എടുത്ത് തെളിവിനായി ഉപയോഗിക്കാം. സാക്ഷികളുടെ സഹായവും ഉപയുക്തമാക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കോടതി വഴിയല്ല തീർച്ചപ്പെടുത്തുന്നത്. അവിടെ നമ്മൾ തന്നെ ഒരു കോടതിയായി മാറി തീരുമാനം എടുക്കേണ്ടതാണ്. നീതിപൂർവം ചിന്തിക്കുന്നു. മറ്റൊരാൾക്ക് ദോഷം വരാതിരിക്കാൻ പരിശ്രമിക്കുന്നു. നമുക്ക് ശരിയായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ കോടതിക്ക് അവിടെ പ്രസക്തി ലഭിക്കൂ. നമുക്ക് ജുഡീഷ്യസായി ചിന്തിക്കാനുള്ള കഴിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ റിലയബിളായ ലീഗൽ ചാനലുകളിൽ നിന്നും പ്രാഥമികമായ അറിവുകൾ സമ്പാദിക്കാവുന്നതാണ്. ലീഗൽ പ്രിസം ഇതിനോടകം 300-ലധികം വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു. ഓരോ വീഡിയോയും യുണീക്കായ ഓരോ വിഷയങ്ങളാണ്. എല്ലാ ചർച്ചകളും മാനവരാശിയുടെ നന്മയിലേക്കാകട്ടെ. ലീഗൽ പ്രിസത്തിലേക്ക് വന്നതിന് നന്ദി. വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കാമെങ്കിൽ സന്തോഷം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.